ആ ഇന്നിപ്പോൾ നമ്മുടെ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ളൊരു വീടാണ് കേട്ടോ. 4 സെൻറ്റ് സ്ഥലവും 960 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 26.5 ലക്ഷം രൂപയാണ്. അത് അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വിലയിൽ മാറ്റം വരാം. പാർട്ടി വരട്ടെ, നമുക്ക് അവരുമായിട്ട് ചെറിയ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് ജില്ല കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്, ബസ് റൂട്ടിലാണ്. വീടിന് ഏകദേശം ഒരു 4.5 വർഷത്തെ പഴക്കമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മുഴുവൻ ഇഷ്ടിക കൊണ്ട്, അതായത് ചൂള ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ളൊരു വീടാണ്. നല്ല രീതിക്ക് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ്. 2 ബെഡ്റൂം, അതിന് കോമൺ ആയിട്ടൊരു ബാത്റൂം, അതുകൂടാതെ വീടിൻ്റെ പുറത്ത് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം. പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് വെള്ളം വരുന്നത്. ഇപ്പോൾ വില ഞാൻ പറഞ്ഞു 26.5 ലക്ഷം രൂപ. നമ്മുടെ ഈ ചാനൽ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്തേക്ക്, മെയിൻ ടൗണിലേക്ക് ഏകദേശം ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ആയിരിക്കും ദൂരപരിധികൾ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബസ് സൗകര്യം, ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. ബസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ സ്റ്റോപ്പ്, അവിടെ നിന്ന് ബസ്സിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എപ്പോഴും ബസ് സൗകര്യം ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത്. അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ളൊരു സൗകര്യം ചെയ്തു തരാം. അപ്പോൾ ഒരു 4-4.5 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. മുഴുവൻ ഇഷ്ടിക കൊണ്ട് പണിത വീടാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ. മുഴുവൻ കാണൂ കേട്ടോ, വീഡിയോ മുഴുവൻ കണ്ടോളൂ. അതിന് 2 ബെഡ്റൂമിനും കൂടെ വീടിനകത്ത് തന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബെഡ്റൂമിൽ നിന്ന് പുറകിലേക്ക് അറ്റാച്ച്ഡ് ആക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ പുറകിൽ ഇച്ചിരി സ്ഥലം ഉള്ളത് കൊണ്ട് ഈ ബെഡ്റൂമിൽ നിന്നൊക്കെ നമുക്ക് അറ്റാച്ച്ഡ് ആക്കാനുള്ള സൗകര്യമുണ്ട് പുറകിൽ കേട്ടോ. അടുത്ത റെയിൽവേ സ്റ്റേഷനുകളെന്നൊക്കെ പറയാൻ നമുക്ക് പാലക്കാടാണ്, അല്ലെങ്കിൽ ഒറ്റപ്പാലം. ഇത് രണ്ടുമാണ്. ഇതിൽ രണ്ടിലേക്കും ഏകദേശം പാലക്കാട്ടിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. അതുപോലെ ഒറ്റപ്പാലത്തേക്കും ഏകദേശം ഒരു 30 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. അതൊക്കെയാണ് നമുക്കുള്ള അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. വെള്ളത്തിന് ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് വെള്ളത്തിനുള്ള സൗകര്യം. അത് എപ്പോഴും വെള്ളം ഉണ്ടാവുമെന്ന് പറയുന്നു. വെള്ളത്തിന് ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ്. അതുപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് വീടുകളിലൊക്കെ ഓപ്പൺ കിണർ സൗകര്യം ഉണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ പുറകിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു കിണർ കുഴിക്കണമെങ്കിൽ, ഒരു ജനതാ കിണറൊക്കെ കുഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെ ഉണ്ട്. കണ്ടോ, ഇഷ്ടിക കൊണ്ട് പണിതാണ്. മുകളിൽ സ്റ്റെയർ റൂമായിട്ട് അവർ ഷീറ്റാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചെറിയൊരു കുറവുണ്ട്. വേറെ ചുമരുകൾക്കൊന്നും വിള്ളലും പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. മുഴുവൻ കണ്ടു നോക്കിക്കോളൂ വീഡിയോ നിങ്ങൾ. ഇതിൽ നമുക്ക് ഈ പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നത് അവർ ഇഷ്ടിക കൊണ്ട് തന്നെ മുകളിലേക്കൊരു 2 റൂം എടുക്കാൻ പാകത്തിനാണ്. ഇതാണ്ടോ, ഇവിടെയൊക്കെ ആ ഒരു വരി വിട്ടിരിക്കുന്നത് 2 റൂം എടുക്കാൻ പാകത്തിനാണ് പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നത്. വേണമെങ്കിൽ ഭാവിയിൽ നമുക്കിനി 1-2 റൂം മുകളിൽ എടുക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. 960 സ്ക്വയർ ഫീറ്റാണ് വീട് മൊത്തം പറഞ്ഞത് കേട്ടോ. 4 സെൻറ്റ് സ്ഥലവും 960 സ്ക്വയർ ഫീറ്റും. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാവശ്ശേരി സെൻറ്ററിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഇപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ആൾട്ടോ അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് പോലത്തെ വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട്. ചുറ്റുഭാഗവും സ്ലാബ് മതിലിട്ടിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശത്തു കൂടെ സൈഡിലൂടെയൊക്കെ ഇതാണ്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ സ്ലാബ് മതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം ഇവരുടെ ബന്ധുവിൻ്റെ വീടായതുകൊണ്ട് അവിടെ അതിര് തിരിച്ചിരിക്കുന്നു. ഒരു വരി സിമെൻറ്റ് കട്ട കൊണ്ട് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് അതിര് തിരിച്ചിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ അതും കൂടെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെയായിട്ട് നമുക്ക് ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ അറ്റാച്ച്ഡ് ആക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടെന്നുള്ളത്. ഇവരിവിടെ വെറുതെ ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ ആ ഭാഗത്ത് ആക്കിയിരിക്കുന്നു. ഇപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. ഇവിടെയാണ് നമുക്ക് അതിര് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു ചെറിയൊരു മതിൽ കെട്ടിയതുപോലെ അപ്പുറത്ത് ആ കോമ്പൗണ്ട് ഒന്ന് കെട്ടി തിരിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ടൗണിലേക്ക് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വന്ന് ബാക്കി ഉടമസ്ഥനോട്ട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.